പ്രഭാഷകൻ 42:13. അത്യുന്നതൻ തൻ്റെ കൽപ്പനയാൽ അയക്കുന്നത് എന്ത്? ഹിമവാതം. 2. തൻ്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ഡാഷ് ത്വരിപ്പിക്കുന്നു. 3. സംഭരണശാലകൾ തുറന്ന് പക്ഷികളെപ്പോലെ പറക്കുന്നത് എന്ത്? മേഘങ്ങൾ. 4. തൻ്റെ മഹത്വത്താൽ അവിടുന്ന് എന്തിനെ ഒരുമിച്ച് കൂട്ടിയാണ് ആലിപ്പഴങ്ങളായി നുറുക്കുന്നത്? മേഘങ്ങളെ. 5. അത്യുന്നതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് എന്ത്? പർവ്വതങ്ങൾ. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ ഡാഷ് വീശുന്നു. തെക്കൻ കാറ്റ്. 6. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ശാസിക്കുന്നത് എന്തിന്? ഭൂമിയെ. 7. പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ വിതറുന്നത് എന്ത്? മഞ്ഞ്. 8. വെട്ടിക്കിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. എന്ത്? മഞ്ഞ്. 9. അതിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. എന്ത്? മഞ്ഞ്. 10. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ വിതറുന്നത് എന്ത്? തുഷാരം. 6. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. എന്ത്? തുഷാരം. 7. തണുത്ത വടക്കം കാറ്റ് വീശി ജലോപരിതലം ഡാഷ് മഞ്ഞുകട്ടയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു. എന്തിനെ? മഞ്ഞുകട്ടയെ. ചൂടുകൊണ്ട് ദഹിക്കുന്നത് എന്ത്? പർവ്വതങ്ങൾ. ചൂടുകൊണ്ട് വരളുന്നത് എന്ത്? മരുഭൂമി. അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത് എന്ത്? സസ്യങ്ങൾ. എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത്? മൂടൽമഞ്ഞ്. എന്ത് പ്രത്യക്ഷമാകുമ്പോഴാണ് ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നത്? മഞ്ഞ്. അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ പ്രതിഷ്ഠിച്ചത് എന്ത്? ദ്വീപുകൾ. എന്തിനെ നിശ്ചലമാക്കിയാണ് ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്? അത്യഗാധത്തെ. ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആര്? സമുദ്രസഞ്ചാരികൾ. അത് കേട്ട് വിസ്മയിക്കുന്നത് ആര്? നാം. ആ ദ്വീപുകളിൽ ഉള്ളത് എന്ത്? അസാധാരണവും അത്ഭുതകരമായ സൃഷ്ടികൾ, എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്യങ്ങളും. അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ? സ്വന്തം ശക്തിയാൽ. എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എന്തിനാൽ? അവിടുത്തെ വചനത്താൽ.